ഹമാസിനും ഇസ്രായേലിനും ഇടയിലുള്ള സീസ് ഫയറിന്റെ ആദ്യത്തെ ഫേസ് അവസാനിച്ചു. ഇതിന്റെ തുടർച്ചയായി ഒരുപാട് വാർത്തകൾ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും വരുന്നുണ്ട്. ഇസ്രായേൽ അതിർത്തിയിലുള്ള ഡ്രൂസ് പ്രദേശങ്ങളിൽ സിറിയയിലുള്ള ചില ഫോഴ്സസ് അൺനോൺ ഫോഴ്സസ് അറ്റാക്ക് ചെയ്യാൻ ആരംഭിച്ചതായി ഇസ്രായേൽ പറഞ്ഞു. കൂടാതെ ഇറാൻ അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് 95% അതായത് ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ അളവിൽ 95% എത്തി. ഇത് നമ്മൾ ഇങ്ങനെ വിടുകയാണെങ്കിൽ ഇസ്രായേലിന്റെ അസ്തിത്വത്തിന് തന്നെ അത് പ്രശ്നമായി മാറും. ഇങ്ങനെ അമേരിക്കയിൽ നിന്നും ചില വാർത്തകൾ വന്നു. കൂടാതെ റഷ്യ ഇന്നലെ ഉക്രൈനിൽ ഒരു വലിയ ഡ്രോൺ ആക്രമണം നടത്തി. അതിന് പ്രതികാരം ചെയ്യാനെന്ന പോലെ 100 കണക്കിന് കിലോമീറ്റർ അപ്പുറമുണ്ടായിരുന്ന റഷ്യയുടെ പ്രധാനപ്പെട്ട ഒരു ഓയിൽ റഫൈനറിയെ ഉക്രൈൻ ആക്രമിച്ചു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇസ്രായേൽ സംബന്ധിക്കുന്ന വാർത്തകൾ അറിയണമെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. കാരണം ഒരുപാട് അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമേ സീസ് ഫയർ ഡീലിനെ കുറിച്ച് അറിയാം. ഹമാസിനും ഇസ്രായേലിനും ഇടയിലുണ്ടായ വെടിനിർത്തലിന്റെ ആദ്യ ഭാഗം അവസാനിച്ചു. കാരണം ഇതിലെ എല്ലാ ഗോൾസും ഏകദേശം 2 വിഭാഗവും സാറ്റിസ്ഫൈ ചെയ്തു. ഹമാസ് ചോദിച്ചതെല്ലാം ഇസ്രായേലും, ഇസ്രായേൽ ചോദിച്ചതെല്ലാം ഹമാസും ഇവിടെ ഒഫീഷ്യലായി ചെയ്ത് അവസാനിപ്പിച്ചു. എന്നാൽ ഈ ഒരു ഫേസോടുകൂടി ഇത് അവസാനിക്കുന്നില്ല. പ്രധാനപ്പെട്ട 3 ഫേസ് ഇനിയുമുണ്ട്. എൻഡിംഗ് ഫേസോടുകൂടി 4 ഫേസ് ഉണ്ട്. അടുത്ത് രണ്ടാമത്തെ ഫേസ് ആരംഭിക്കുന്നതിലാണ് ഇപ്പൊ പ്രശ്നമുണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ഇപ്പൊ പറയുന്നത് മരിച്ചവരുടെ എല്ലാ ശരീരവും ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അതിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരുടെ ശരീരവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കൂടാതെ ഹമാസിന്റെ പക്കലുണ്ടായിരുന്ന പകുതിയിലധികം ബന്ധികളെ ഞങ്ങൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിലും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഞങ്ങൾ ഇത്തവണ സീസ് ഫയറിന് സമ്മതിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലിയരുടെ സമാധാനത്തിനു വേണ്ടിയാണ്. എന്നാൽ ഹമാസിന്റെ ആയുധ പ്രവർത്തനങ്ങൾ എന്നത് ഞങ്ങളുടെ ചാരസംഘടനകൾ നിരീക്ഷിക്കുന്നുണ്ട്. ഞങ്ങളുമായി സമാധാനമുണ്ടാക്കുന്ന അതേ സമയത്ത് തന്നെ അവരുടെ നെറ്റ്വർക്ക് അവർ വീണ്ടും റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ശ്രദ്ധിക്കാതെ വിടുകയാണെങ്കിൽ ഇത്രയും ദിവസം ചെയ്ത ഈ ഒരു യുദ്ധത്തിന് യാതൊരു പ്രയോജനവുമില്ലാതെയാകും. അപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ സീസ് ഫയർ എന്നത് വെറും സംസാരത്തിന് വേണ്ടി മാത്രമാകരുത്. ഞങ്ങൾക്ക് തൃപ്തിയുണ്ടായാൽ മാത്രമേ ഞങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകൂ എന്നോ ഒരു ഓപ്പണായി തന്നെ സ്റ്റേറ്റ്മെന്റ് നൽകി. ഇത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നായാലും ഡിഫൻസ് മിനിസ്റ്റർ ഓഫീസിൽ നിന്നായാലും ഒരു എമർജൻസി മീറ്റിംഗ് ഇപ്പോൾ നടത്താൻ പോവുകയാണ് ഇക്കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. കൂടെ തന്നെ സിറിയയുടെ അതിർത്തിയിൽ ഡ്രൂസ് പ്രദേശത്ത് 36 മണിക്കൂറിലധികമായി തുടർ ആക്രമണം നടത്തി. തുർക്കിയുടെ വാർപ്ലെയിൻസ് സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് വരെയും പറന്നു. ഇസ്രായേലിന്റെ വാർപ്ലെയിൻസും ഏകദേശം 200 കിലോമീറ്റർ അകലെ. ഇങ്ങനെ 2 രാജ്യങ്ങളുടെ വാർപ്ലെയിൻസും ഏകദേശം അടുത്ത് പറക്കുന്നു, വളരെ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസിൽ. ഇതുവരെയും ഇത്രത്തോളം അടുത്ത് പറന്നിട്ടേയില്ല. ഈ ഡ്രൂസ് പ്രദേശത്ത് നടന്ന ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ഇപ്പോൾ കുറ്റം പറയാൻ തുടങ്ങിയിരിക്കുന്നത് സിറിയയിൽ ഭരണകൂടത്തിലുള്ള അധികാരത്തിലുള്ള വ്യക്തികളുടെ പ്രചോദനത്തിന്റെ പേരിലാണ് അവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നത്. ഇത് ഇങ്ങനെ തുടരുകയാണെങ്കിൽ, ഇസ്രായേലിയർ ആർക്കെങ്കിലും പ്രശ്നമുണ്ടാവുകയാണെങ്കിൽ മറ്റുള്ള എല്ലാവരും ഒരു ഉദാഹരണമായി മാറും. ഇസ്രായേലിനെ ഇതിനു മുൻപ് തൊട്ടവർ അവർക്ക് എന്തവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നതൊക്കെ നിങ്ങൾക്കൊരു ഉദാഹരണമാണ്. അവരെ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടത് ഞങ്ങൾക്കൊരു കടമയായി മാറും എന്ന് ഒരു വാക്ക് പറഞ്ഞു. ഇതെല്ലാം ഒരു ഭാഗത്തിങ്ങനെ പോകുമ്പോൾ ഇതൊന്നും ഒരു വലിയ കാര്യമേ അല്ല എന്ന് കാണിക്കുന്ന രീതിയിൽ മറ്റൊരു സംഭവം നടന്നു. ഇവർ രണ്ടുപേർക്കും ഇടയിൽ പ്രശ്നവും സീസ് ഫയറും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. സെലൻസ്കി ട്രംപ് ക്ലാഷിന് ശേഷം ഇസ്രായേലിനെ കുറിച്ച് ഒരുപാട് പേർ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹവും ഒരു യഹൂദനാണ്, ഇദ്ദേഹവും ഒരു യഹൂദനാണ്. എന്നാൽ നെതന്യാഹു വന്നപ്പോൾ കസേര എടുത്തുകൊടുത്ത് ഇരിക്കാൻ പറഞ്ഞ ട്രംപ് എന്തുകൊണ്ട് സെലൻസ്കിയോട് ഒന്നും തന്നെ പറഞ്ഞില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഉയരാൻ തുടങ്ങിയത്. സത്യത്തിൽ ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുകയാണെങ്കിൽ എന്നെ തന്നെ മറ്റൊരു രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കാം. നെതന്യാഹുവിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ എന്തുകൊണ്ട് ട്രംപ് സെലൻസ്കിയെ ട്രീറ്റ് ചെയ്യുന്നില്ല? ഇതിന് ജിയോപൊളിറ്റിക്കൽ റീസൺസും ഉണ്ട്, മറ്റു ചില കാരണങ്ങളും ഉണ്ട്. ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അത് കമന്റിൽ പറയുക. അടുത്ത് ഒരു 3 ബില്യൺ എമർജൻസി ഫണ്ടിംഗ്, ആയുധങ്ങൾ വാങ്ങാൻ ആവശ്യമായ ഫണ്ടിംഗ് ഇസ്രായേലിന് വേണ്ടി അമേരിക്ക മാറ്റിവെച്ചിട്ടുണ്ട്. ഇതൊരു വലിയ സ്റ്റോക്ക് പൈലാണ്. ലെബനിൽ ഹിസ്ബുള്ള ഒരു ദിവസം 160-300 തവണയെങ്കിലും എയർ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആ എയർ സ്ട്രൈക്കിൽ ഇസ്രായേൽ നഷ്ടമായ സ്റ്റോക്ക് പൈൽസ് എല്ലാം അവർ 1 മാസത്തിനുള്ളിൽ റീബിൽഡ് ചെയ്യും. അത്രത്തോളം ഒരു വലിയ എമൗണ്ട് ആണ് ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡീലിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പോൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലുള്ള ചില വാർ ബ്ലോഗേഴ്സ്, ചില വിസിൽ ബ്ലോഗേഴ്സ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിടുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ കുറിച്ചുള്ള വാർത്തകൾ കൂടുതൽ ചർച്ചയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ IAEA അല്ലെങ്കിൽ ന്യൂക്ലിയർ വാച്ച് ടോക്ടേഴ്സോ പറഞ്ഞിട്ടില്ല. അമേരിക്കയെ സംബന്ധിക്കുന്ന, ഇസ്രായേൽ സംബന്ധിക്കുന്ന ചില പ്രൊഫൈൽസ് ഉണ്ടല്ലോ, അവയിലെല്ലാം ഇപ്പോ ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സിനെ കുറിച്ചുള്ള വാർത്തകൾ കൂടുതലായും വരുന്നുണ്ട്. ഇത് സാധാരണ ഒരു സൈനയല്ല. കാരണം എപ്പോഴും
എപ്പോഴെല്ലാമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുക എന്ന് ചോദിച്ചാൽ ഒരു ഓപ്പറേഷൻ റെഡിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു അറ്റാക്ക് നമ്മൾ ചെയ്യണം, ഇതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് ഫിക്സ് ചെയ്തിരിക്കും. പക്ഷെ അതിന് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ വേണം. അങ്ങനെ ഒരു റീസൺ വേണം എന്നതിന് വേണ്ടി അതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു സബ്ജക്ട് ജനങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരും. യാതൊരു ബന്ധവുമില്ലാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ വെറുതെ ഇരിക്കുമോ? നിങ്ങൾ ആക്രമിച്ചത് കൊണ്ടല്ലേ ഞങ്ങളും ആക്രമിച്ചത് എന്നൊരു വാർത്തയായിരിക്കും വരിക. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വരും. അതിനു മുൻപ് ജനങ്ങൾക്കിടയിൽ സൈക്കോളജിക്കലായി ഒരു റെഡിനെസ് ഉണ്ടാക്കണം. ഇവിടെ പ്രശ്നം നടക്കുന്നുണ്ട്, ഇവിടെ ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം. അതും അവരറിയാത്ത രീതിയിൽ തന്നെ അവർ അറിയിക്കണം. അതിന് ഇത് മാത്രമാണ് ഒരേ ഒരു ഓപ്ഷൻ. അടുത്ത ഒരാഴ്ച ഇങ്ങനെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എല്ലാ ജനങ്ങൾക്കും സൈക്കോളജിക്കലി മനസ്സിലാകും ഇറാൻ എന്തോ ചെയ്യുന്നുണ്ട്, ഇസ്രായേൽ അതുകൊണ്ടാണ് അവരെ ആക്രമിക്കാൻ പോകുന്നത് എന്ന്. അതിനാൽ സൈക്കോളജിക്കലി ഒരു ഗെയിം പ്ലാൻ ഇസ്രായേൽ ഇപ്പോഴേ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇസ്രായേലിന്റെ ഗെയിം പ്ലാൻ ആണോ അതോ അമേരിക്കയുടെ ഗെയിം പ്ലാൻ ആണോ എന്നറിയില്ല. ഇറാന്റെ ന്യൂക്ലിയർ സൈറ്റ്സ് നമുക്ക് വലിയൊരു ഭീഷണിയാണ്. 95% വരെയും അവർക്ക് ആവശ്യമായ എൻറിച്ച്ഡ് യുറേനിയം അവർ തയ്യാറാക്കി കഴിഞ്ഞു. വീണ്ടും ഒരു 5% തയ്യാറാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ നിലനിൽപ്പിന് തന്നെ അതൊരു ഭീഷണിയാകും എന്നുള്ള വാർത്തകൾ പുറത്തുവിടുന്നു. അടുത്ത സെൻട്രിഫ്യൂജിനെ കുറിച്ചുള്ള വാർത്തകളായിരിക്കും വരിക. അടുത്ത് ഇറാന്റെ പക്കൽ ന്യൂക്ലിയർ ബോംബ്സ് ഉണ്ടോ എന്നുള്ള വാർത്തകൾ വരും. അവസാനം എന്റെ നിലനിൽപ്പിന് ഇതൊരു ഭീഷണിയാണെന്ന് പറഞ്ഞ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അവരെ ആക്രമിക്കാനുള്ള പദ്ധതികൾ തുടങ്ങും. അതിനാവശ്യമായ ചെറിയ ചെറിയ തീപ്പൊരിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുറന്നു പറഞ്ഞാൽ ഇറാനെ ഇസ്രായേലോ അമേരിക്കയോ ആക്രമിച്ചാൽ റഷ്യ വരും എന്ന് പലരും ചിന്തിക്കാം. സത്യത്തിൽ റഷ്യ വരില്ല. അങ്ങനെ വന്നാലും ചില ബില്യൺ US$ സഹായത്തിനായി റഷ്യ നൽകും. ആയുധങ്ങൾ ചില കാറ്റഗറി റഷ്യക്ക് നൽകാൻ കഴിയും. എന്നാൽ അതിനപ്പുറം നേരിട്ട് റഷ്യയെ കൊണ്ട് ഇറാനെ സഹായം ചെയ്യാൻ വരാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴുള്ള ജിയോ പൊളിറ്റിക്സ് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഇറാനെ ആക്രമിച്ചാൽ റഷ്യ അവിടെ വരും എന്നുള്ള ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. തീർച്ചയായും റഷ്യക്ക് വരാൻ സാധിക്കില്ല, വരാനും അവർ ആഗ്രഹിക്കില്ല. അവർ പരോക്ഷമായി ചില സഹായം ചെയ്യും, അതിനപ്പുറം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മിഡിൽ ഈസ്റ്റിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇന്നലെ റഷ്യ ഉക്രൈനെ ആക്രമിച്ചു. അതിന് പകരം വീട്ടണം എന്ന രീതിയിൽ, അത്ര പെട്ടെന്ന് തന്നെ വീഴ്ത്താൻ കഴിയില്ല എന്ന രീതിയിൽ പകരമായി ഉക്രൈനും ഒരു കാര്യം ചെയ്തു. റഷ്യയുടെ ഫ്രണ്ട് ലൈനിൽ നിന്നും പല കിലോമീറ്റർ അകലെ, പല കിലോമീറ്റർ മാറിയുള്ള ഒരു പ്രദേശം, അവിടെയുള്ള പ്രധാനപ്പെട്ട ഓയിൽ ഫെസിലിറ്റി, ഓയിൽ റിഫൈൻ ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഫെസിലിറ്റിയിൽ 20-ലധികം ഡ്രോൺസിനെ അയച്ച് ആക്രമണം നടത്തി. കൃത്യമായി പറഞ്ഞാൽ 24-25 ഡ്രോൺസ് അകത്തേക്ക് വന്നു എന്ന് പറയുന്നു. അതിൽ കൂടുതൽ ഡ്രോൺസിനെയും റഷ്യ വെടിവെച്ച് വീഴ്ത്തി എന്ന് പറഞ്ഞാലും അവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഈ തീപിടുത്തം വലുതായി മാറിയിട്ടുണ്ട്. 20-30 അഗ്നിശമന വാഹനങ്ങൾ അവിടെ വന്ന് തീയണയ്ക്കാൻ ശ്രമിച്ചാലും 4-5 ദിവസമെങ്കിലും ആകും അത് അണച്ചു തീർക്കാൻ. അത്രത്തോളം ഒരു വലിയ എക്സ്പ്ലോഷൻ റഷ്യയ്ക്കുള്ളിൽ ഉക്രൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉക്രൈന്റെ സ്റ്റാൻഡ് ഇവിടെ വളരെ വ്യക്തമാണ്. നിങ്ങൾ എന്നെ ആക്രമിച്ചാൽ തിരിച്ചു ഞാനും ആക്രമിക്കും. ഇതിൽ യാതൊരു മാറ്റവുമില്ല. റഷ്യ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്തായാലും ഉക്രൈനും അവസാനിപ്പിക്കാൻ പോകുന്നില്ല, റഷ്യയും അവസാനിപ്പിക്കാൻ പോകുന്നില്ല. എന്നാൽ ഉക്രൈൻ റഷ്യയ്ക്കുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഡോളേഴ്സിലും മണി വാല്യൂസിലും മാത്രമാണ്. പക്ഷേ റഷ്യ തിരികെ ആക്രമിക്കുന്നത് ഉക്രൈന്റെ ക്രിട്ടിക്കൽ സോഴ്സസിനെയാണ്, മാൻ പവറിനെയാണ് ആക്രമിക്കുന്നത്. ഓയിൽ റഫൈനറി ഒന്ന് പോയാൽ മറ്റൊന്ന് റഷ്യ തീർച്ചയായും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ആവശ്യമായ റിസോഴ്സസ് അവരുടെ പക്കൽ ഉണ്ട്. എന്നാൽ ഇതുപോലൊരു റിസോഴ്സസ് ഉക്രൈന്റെ പക്കൽ ഇല്ല. അപ്പോ കഴിയുന്നത്ര ഡിപ്ലോമസി വഴി എത്രത്തോളം പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കാമോ അത്രത്തോളം ഉക്രൈൻ രക്ഷപ്പെടും. ഇല്ല എങ്കിൽ അടുത്ത ഒരു ഡൗൺഫോൾ നോക്കിയായിരിക്കും ഉക്രൈൻ പോകാൻ പോകുന്നത്. അവിടെ യൂറോപ്യൻ യൂണിയൻ വിചാരിച്ചാൽ പോലും ഉക്രൈനെ രക്ഷിക്കാൻ സാധിക്കില്ല. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.